അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ്. ഇന്ന് ഞാൻ നല്ല ഒരു വീഡിയോയുമായാണ് നിങ്ങളുടെ മുന്നിൽ വന്നത്. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്സുമായാണ് വന്നത്. ഒരുപാട് ഫലമുള്ള, ഒരുപാട് എഫക്റ്റീവ് കിട്ടുന്ന നല്ല ഒരു ടിപ്സാണിത്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ആദ്യം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ദിക്റ് ചൊല്ലിയപ്പോൾ എനിക്ക് ഉണ്ടായ അനുഭവം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വളരെ ഉപകാരപ്പെടുന്ന, പെട്ടെന്ന് തന്നെ നമുക്ക് ഫലം കാണുന്ന ഒരു ദിക്റാണിത്. ഈ ഒരു വഴി നമ്മൾ പരീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്തതായി ആരും തന്നെ ഉണ്ടാവില്ല. ആഗ്രഹങ്ങൾ നിറവേറാനും എല്ലാം തികഞ്ഞത് നമുക്കുണ്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് നമുക്ക് അള്ളാഹുവിനോട് ചോദിച്ച് നമുക്ക് ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാനായിട്ട് ഉണ്ടാവും. എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് ഈ ഒരു ദിക്റ് ഉപകാരപ്പെടും. അത്രക്ക് ഫലമുള്ള ഒരു ദിക്റാണ്. ഒരുപാട് കാലം ഞാൻ ആഗ്രഹിച്ച ഒന്നാണ്. ഇക്കാൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു ജോലി കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പെട്ടെന്ന് മനസ്സിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള വേവലാതി മനസ്സിൽ വല്ലാണ്ട് കൂടുകയും അത് പെട്ടെന്ന് തന്നെ സാധിപ്പിച്ചെടുക്കണമെന്ന് പെട്ടെന്ന് മനസ്സിലൊരു ആഗ്രഹം തോന്നി. അങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു. ഞാൻ ഈ ഒരു ടിപ്സ് കണ്ടു. അങ്ങനെ തന്നെ അന്ന് തന്നെ ഞാൻ ഈ ഒരു ടിപ്സ് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി അള്ളാഹുവിനോട് മനമുരുകി ദുആ ചെയ്ത് ഈ ഒരു ദിക്ർ അങ്ങ് ചൊല്ലി. നമ്മൾ എന്തായാലും ആഗ്രഹം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ, നമ്മൾ എന്ത് കാര്യം ചൊല്ലുമ്പോഴും അതിൻ്റെതായ അദബോട് കൂടി നല്ല ഇഖ്ലാസോട് കൂടി ചൊല്ലി മനമുരുകി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഞാൻ ഈ ഒരു ദിക്ർ ചൊല്ലിയ സമയം തഹജ്ജുദ് നിസ്കരിച്ച് കുത്തിർന്നിട്ട് സുബഹിൻ്റെ മുന്നേ ആണ് ഈ ഒരു ദിക്ർ ചൊല്ലി തീർത്തത്. എന്നിട്ട് അള്ളാഹുവിനോട് മനമുരുകി അങ്ങ് ദുആ ചെയ്തു. മാക്സിമം എത്രത്തോളം അള്ളാഹുവിനോട് താഴ്ന്ന് പറയാൻ പറ്റുമോ അത്രയും ഞാൻ താഴ്ന്ന് പറഞ്ഞ് കരഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അല്ലാഹു സമദ് എന്നുള്ള ഈ ഒരു ദിക്റാണ് 1000 വട്ടമാണ് നമ്മൾ ചൊല്ലേണ്ടത്. അത് ചൊല്ലി തുടങ്ങാൻ മുന്നേ പറ്റുമെങ്കിൽ നമുക്ക് 2 റക്അത്ത് ഹാജത്ത് നിസ്കരിച്ചാൽ അത്രയും ഫലം കിട്ടും. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ചൊല്ലാൻ മുന്നേ നബിയുടെ ഹളറത്തിലേക്ക് ഒരു 33 സലാത്ത് ചൊല്ലുക. എന്നിട്ട് 1000 തവണ അല്ലാഹു സമദ് എന്നുള്ള ദിക്ർ ചൊല്ലി തീർത്ത ശേഷം നബിയുടെ ഹളറത്തിലേക്ക് 33 നമുക്കറിയാവുന്ന ഏതെങ്കിലും സലാത്ത് ചൊല്ലുക. എന്നിട്ട് മനസ്സിൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതങ്ങ് മനമുരുകി അള്ളാഹുവിനോടങ്ങ് പറയുക. തഹജ്ജുദിൻ്റെ ആ ഒരു സമയം നമ്മൾ ചൊല്ലാൻ വേണ്ടി സെലക്ട് ചെയ്താൽ നമുക്ക് അത്രയും ഫലം കിട്ടും. അല്ലെങ്കിൽ ഇശായിന് ശേഷമോ മഗ്‌രിബിന് ഇശായിൻ്റെ ഇടയിലോ എപ്പോൾ ചെല്ലാം, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെല്ലാം. എന്നാലും നല്ലൊരു ഫലം കിട്ടുന്ന സമയം തഹജ്ജുദിൻ്റെ ആ ഒരു സമയമാണ്. ഞാനിത് സുബഹിക്ക് ചൊല്ലി അന്ന് ഉച്ചയാവുമ്പോഴേക്കന്നെ എനിക്ക് നല്ല ഫലം കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഞാൻ മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചത്, ഞാൻ എന്താണോ അള്ളാഹുവിനോട് ദുആ ചെയ്തത്, ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് ഉച്ചയാവുമ്പോഴേക്കിന് ആ ഒരു വാർത്ത എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. നല്ല എഫക്റ്റീവുള്ള ഒരു ടിപ്സാണ്. നമുക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും ഈ ഒരു ദിക്ർ ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അതുപോലെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഈ ഒരു ദിക്ർ ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യാം, ആ ഒരു പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി. അതുപോലെ സാലറിയിൽ വർധനവ് വേണമെങ്കിൽ ഈ ഒരു ദിക്ർ നമുക്ക് ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. ജോലി മാറ്റത്തിന് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും ഈ ഒരു ദിക്ർ അള്ളാഹു സാധിപ്പിച്ച് തരും. ഈ ഒരു ദിക്റിനെ മുൻനിർത്തി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഒരുപാട് ഗ്യാരണ്ടി ഉള്ള ഒരു ദിക്റാണ് ഇത്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.